എല്ലാവർക്കും ഇഗ്നോ ലേണേഴ്സിലേക്ക് സ്വാഗതം. നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് പൊളിറ്റിക്കൽ സയൻസ് ആണ്. പൊളിറ്റിക്കൽ സയൻസിന്റെ BPSC 131 ആ ഒരു പേപ്പറാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഇനി നമുക്ക് നോക്കാനുള്ള ഒരു ടോപ്പിക് സ്റ്റേറ്റ് ആണ്. അപ്പം നമ്മൾ പൊളിറ്റിക്കൽ സയൻസ് പഠിക്കുമ്പോൾ ബേസിക് ആയിട്ട് പഠിച്ചിരിക്കേണ്ട ഒരു ടോപ്പിക്കാണ് സ്റ്റേറ്റ്. സ്റ്റേറ്റിൽ നിന്ന് എക്സാമിന് ഉറപ്പായിട്ട് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. അപ്പൊ എന്താണ് സ്റ്റേറ്റിലോട്ട് നമുക്ക് പോവാം. ദർ ആർ വേരിയസ് ഫോംസ് ഓഫ് ദ സ്റ്റേറ്റ്. അല്ലെ, സ്റ്റേറ്റ് പറയുമ്പോൾ എന്താണ് ഒരുപാട് ഫോംസ് ഓഫ് സ്റ്റേറ്റ് ഉണ്ട് വിച്ച് ഡിഫർ ഫ്രം വൺ അനദർ ഇൻ ഇമ്പോർട്ടന്റ് വേസ്. അല്ലെ, ഓരോ സ്റ്റേറ്റും മറ്റ് സ്റ്റേറ്റിൽ നിന്ന് എന്താണ് ഡിഫറെന്റ് ആണ്. നമുക്ക് ഓൾറെഡി അറിയാം. ഇപ്പം നമ്മൾ സ്റ്റേറ്റ്സ് എടുക്കുകയാണ്, പല ഫോംസ് ഓഫ് സ്റ്റേറ്റ്സ് ഉണ്ട്. ഓരോ സ്റ്റേറ്റ്സും മറ്റ് സ്റ്റേറ്റ്സിൽ നിന്നും എന്താണ് ഡിഫറെന്റ് ആണ്. The Greek city-state is clearly different from the modern nation-state, which has dominated world politics since the French Revolution. അപ്പം നമ്മൾ സ്റ്റേറ്റിനെ കുറിച്ചിട്ട് പഠിക്കുമ്പോൾ നമ്മൾ പഠിച്ചു തുടങ്ങുന്നത് ഗ്രീക്ക് സിറ്റി സ്റ്റേറ്റിൽ നിന്നാണ്. അല്ലെ, പണ്ട് ഗ്രീക്കിൽ നിലനിന്നിരുന്ന ഒരു ഫോം ഓഫ് സ്റ്റേറ്റ് ആണെന്ന് പറയുന്നത് ഗ്രീക്ക് സിറ്റി സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അതായത് ഒരു സിറ്റിയുടെ അത്രേ ഉണ്ടാവുള്ളൂ, ആ സിറ്റിയുടെ അത്രേ ഉള്ള ഇതാണ് അവിടെ എന്തെന്ന് പറയുന്നത് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. കുറേയധികം ക്യാരക്ടറിസ്റ്റിക്സും ഫീച്ചേഴ്സും ഒക്കെ ഉണ്ട്. ഇപ്പൊ നമുക്കിങ്ങനെ ജസ്റ്റ് മനസ്സിലാക്കിയിരുന്നാൽ മതി. അപ്പൊ ഈ ഗ്രീക്ക് സിറ്റി സ്റ്റേറ്റ് എന്ന് പറയുന്നത് എന്തിൽ നിന്നും ഡിഫറെന്റ് ആണ്? മോഡേൺ നേഷൻ സ്റ്റേറ്റ്. അല്ലെ, ഫ്രഞ്ച് റെവല്യൂഷന് ശേഷം ഉണ്ടായിട്ടുള്ള എന്താണ് സ്റ്റേറ്റ് ആണെന്ന് പറയുന്നത് മോഡേൺ നേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അപ്പൊ മോഡേൺ നേഷൻ സ്റ്റേറ്റിൽ നിന്നും എന്ത് ഡിഫറെന്റ് ആണ്? ഗ്രീക്ക് സിറ്റി സ്റ്റേറ്റ് ഡിഫറെന്റ് ആണ്, നമുക്ക് ഓൾറെഡി അറിയാം. പിന്നെന്താണ് ദ കണ്ടംപററി ലിബറൽ ഡെമോക്രാറ്റിക് സ്റ്റേറ്റ് വിച്ച് എക്സിസ്റ്റ് ഇൻ ബ്രിട്ടൻ ആൻഡ് വെസ്റ്റേൺ യൂറോപ്പ്. അപ്പൊ വെസ്റ്റേൺ യൂറോപ്പിലും ബ്രിട്ടനിലും നിലനിൽക്കുന്ന ഒരു ഫോം ഓഫ് സ്റ്റേറ്റ് ആണ് എന്തെന്ന് പറയുന്നത് ലിബറൽ ഡെമോക്രാറ്റിക് സ്റ്റേറ്റ്. അല്ലെ, അത് എന്തിൽ നിന്നും ഡിഫറെന്റ് ആണ്? നമ്മൾ മുകളിൽ പറഞ്ഞിട്ടുള്ള ഗ്രീക്ക് സിറ്റി സ്റ്റേറ്റിൽ നിന്നും ഡിഫറെന്റ് ആണ്. അതേപോലെ തന്നെ മുസോളിനിയുടെയും ഹിറ്റ്ലറിന്റെയും ഫാസിസ്റ്റ് ടൈപ്പ് ഓഫ് സ്റ്റേറ്റ് ഉണ്ട്, അതിൽ നിന്നും ഡിഫറെന്റ് ആണ്. അതോടൊപ്പം തന്നെ USSRൽ എക്സിസ്റ്റ് ചെയ്തിരുന്ന ഒരു ഫോം ഓഫ് സ്റ്റേറ്റ് ഉണ്ട്, അതിൽ നിന്നും ഡിഫറെന്റ് ആണ്. ഈസ്റ്റേൺ യൂറോപ്പിൽ നിലനിന്നിരുന്ന ഫോം ഓഫ് സ്റ്റേറ്റ് ഉണ്ട്, അതിൽ നിന്നും ഡിഫറെന്റ് ആണ്. അപ്പൊ എന്താണ് ദ കണ്ടംപററി ലിബറൽ ഡെമോക്രാറ്റിക് സ്റ്റേറ്റ് വിച്ച് എക്സിസ്റ്റ് ഇൻ ബ്രിട്ടൻ ആൻഡ് അവിടെ ഫുൾ സ്റ്റോപ്പ് ഇല്ല കേട്ടോ, ബ്രിട്ടൻ ആൻഡ് വെസ്റ്റേൺ യൂറോപ്പ് is different from the fascist type state of Hitler or Mussolini. It is also different from the state which existed in the former USSR and in Eastern Europe. USSR നമുക്ക് ഓൾറെഡി അറിയാം, സോവിയറ്റ് യൂണിയൻ ആണ്. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് എന്തിലോട്ട് പോവാം? അടുത്ത ഹെഡിങ്ങിലോട്ട് പോവാം. സ്റ്റേറ്റിൽ തന്നെ വരുന്നതാണ്. അടുത്ത പാരഗ്രാഫ് ആണ് സ്റ്റേറ്റ് ഡിഫറൻസസ് ഓൺ അക്കൗണ്ട് ഓഫ് പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓർ സോഷ്യൽ കോണ്ടെക്സ്റ്റ്. സോഷ്യൽ കോണ്ടെക്സ്റ്റിന്റെയും പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ അടിസ്ഥാനത്തിൽ സ്റ്റേറ്റുകൾ തമ്മിൽ എന്തുണ്ട്? ഡിഫറൻസസ് ഉണ്ട്. ആ ഡിഫറൻസസ് ആണ് നമുക്ക് നോക്കാനുള്ളത്. സ്റ്റേറ്റ് ഡിഫർ ഇൻ ടേംസ് ഓഫ് ദർ പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അപ്പം സ്റ്റേറ്റ്സിൽ ഉള്ള പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെയും കോണ്ടെക്സ്റ്റിന്റെയും അടിസ്ഥാനത്തിൽ സ്റ്റേറ്റുകൾ തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. ഓക്കെ ആണല്ലോ. ദ ലിബറൽ ഡെമോക്രാറ്റിക് സ്റ്റേറ്റ് ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ റെപ്രസെന്റേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷൻ സച്ച് എസ് എ പാർലമെന്റ് ആൻഡ് ആൻ ഇൻഡിപെൻഡന്റ് ജുഡീഷ്യറി. അപ്പൊ നമുക്കറിയാം ലിബറൽ ഡെമോക്രാറ്റിക് സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ അവിടെ അല്ലെങ്കിൽ അതിന്റെ എന്താണ് ഒരു പ്രധാനപ്പെട്ട പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് എന്താണ്? റെപ്രസെന്റേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. റെപ്രസെന്റേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ തിരഞ്ഞെടുക്കുന്ന റെപ്രസെന്റേറ്റീവ് ആണ് എന്ത് ചെയ്യുന്നത്? നമ്മളെ റൂൾ ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ. അപ്പൊ എന്താണ് ലിബറൽ ഡെമോക്രാറ്റിക് സ്റ്റേറ്റ് ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ റെപ്രസെന്റേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷൻ. റെപ്രസെന്റേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷൻ പറയുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ് പറയുന്നത്? ഒരു പാർലമെന്റ് ഉണ്ടായിരിക്കും. പാർലമെന്റിലുള്ളത് ആരാണ്? നമ്മൾ തിരഞ്ഞെടുത്ത് വിടുന്ന നമ്മുടെ റെപ്രസെന്റേറ്റീവ് ആയിരിക്കും. അതോടൊപ്പം തന്നെ എന്തുണ്ടായിരിക്കും? ഒരു ഇൻഡിപെൻഡന്റ് ജുഡീഷ്യറി ഉണ്ടായിരിക്കും. ഓക്കെ ആണല്ലോ. പിന്നെന്താണ്? വിത്ത് റെസ്പെക്ട് ടു ദ സോഷ്യൽ കോണ്ടെക്സ്റ്റ്. സോഷ്യൽ കോണ്ടെക്സ്റ്റ് വെച്ച് പറയുകയാണെങ്കിൽ ദ ക്രൂഷ്യൽ കോൺട്രാസ്റ്റ് ഈസ് ബിറ്റ്വീൻ വെസ്റ്റേൺ ആൻഡ് സോവിയറ്റ് ടൈപ്പ് സിസ്റ്റം. നമുക്കിവിടെ സോഷ്യൽ കോണ്ടെക്സ്റ്റ് പറയുമ്പോൾ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് വെസ്റ്റേൺ സ്റ്റേറ്റും സോവിയറ്റ് ടൈപ്പ് സിസ്റ്റംസും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. ഇപ്പൊ വെസ്റ്റേൺ കൺട്രീസും സോവിയറ്റ് എന്താണ് യൂണിയൻ അവിടെ നിലനിന്നിരുന്ന നേഷൻ ടൈപ്പ് സിസ്റ്റംസും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് ഇവിടെ നോക്കാം. ദ ഫോർമർ ആർ എംബഡഡ് ഇൻ എ സൊസൈറ്റി വിച്ച് ഈസ് ഓർഗനൈസ്ഡ് അക്കോർഡിംഗ് ടു ദ പ്രിൻസിപ്പിൾസ് ഓഫ് ക്യാപിറ്റലിസ്റ്റ് എക്കോണമി. നമുക്ക് ഓൾറെഡി അറിയാം വെസ്റ്റേൺ സ്റ്റേറ്റിൽ നിലനിന്നിരുന്നത് എന്ത് എക്കോണമിയാണ്? ക്യാപിറ്റലിസ്റ്റ് എക്കോണമിയാണ്.
ഓക്കെ ആണല്ലോ. വൈൽ ഇൻ ദ ലേറ്റർ കേസ് ദ പ്രൊഡക്റ്റീവ് റിസോഴ്സസ് ഓഫ് സൊസൈറ്റി ആർ ഓൺഡ് ആൻഡ് കൺട്രോൾഡ് ബൈ ദ സ്റ്റേറ്റ്. അപ്പം ഇങ്ങോട്ട് വരുമ്പോൾ, അതായത് സോവിയറ്റ് ടൈപ്പ് സിസ്റ്റത്തിലോട്ട് വരുമ്പോൾ എന്താണ്, അവിടെ ഉള്ള പ്രൊഡക്റ്റീവ് റിസോഴ്സസ് എല്ലാം, സൊസൈറ്റിയുടെ പ്രൊഡക്റ്റീവ് റിസോഴ്സസ് എല്ലാം തന്നെ ഓൺ ചെയ്യുന്നതും കൺട്രോൾ ചെയ്യുന്നതും ആരാണ്? സ്റ്റേറ്റ് ആണ്. ഇത് എവിടെയാണ്? സോവിയറ്റ് ടൈപ്പ് സിസ്റ്റത്തിലാണ് വരുന്നത്. സോവിയറ്റ് ടൈപ്പ് സിസ്റ്റത്തിൽ എന്താണ് വരുന്നത്? സോഷ്യലിസം ആണ് വരുന്നത്. മറ്റിടത്ത് എന്താണ് വരുന്നത്? ക്യാപിറ്റലിസം ആണ് വരുന്നത്. ഓക്കെ ആണല്ലോ. ഓക്കെ. അപ്പം ക്യാപിറ്റലിസ്റ്റ് എക്കോണമി എന്ന് പറയുമ്പോൾ അവിടെ എന്തുണ്ട്? അവിടെ എന്തുണ്ട്? ഒരു ഇൻഡിവിജ്വൽ പാർട്ടിക്ക് എന്ത് ചെയ്യാം? അസറ്റ് അല്ലാന്നുണ്ടെങ്കിൽ പ്രൊഡക്റ്റീവ് റിസോഴ്സസ് എന്ത് ചെയ്യാൻ പറ്റും? ഓൺ ചെയ്യാൻ പറ്റും. നേരെ മറിച്ച് നമ്മൾ ഈ പറയുന്ന സോവിയറ്റ് ടൈപ്പ് സിസ്റ്റത്തിലോട്ട് വരുമ്പോൾ അവിടെ ഉള്ള എല്ലാ റിസോഴ്സസും, പ്രൊഡക്റ്റീവ് റിസോഴ്സസും ആരുടെ കയ്യിലാണ്? ആരുടെ കൺട്രോളിലാണ്? സ്റ്റേറ്റിന്റെ കൺട്രോളിലാണ്. അത് ഓൺ ചെയ്യുന്നത്, കൈവശം വെക്കുന്നത് ആരാണ്? സ്റ്റേറ്റ് ആണ്. ഓക്കെ ആണല്ലോ. ഇതാണ് എന്തിന്റെ അടിസ്ഥാനത്തിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്? സോഷ്യൽ കോണ്ടെക്സ്റ്റിന്റെ അടിസ്ഥാനത്തിലുള്ള ഡിഫറൻസ്. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത എന്താണ് പറയുന്നത്? ഇൻ ഈച്ച് കേസ് ദെർഫോർ ദ സ്റ്റേറ്റ് ഈസ് ഡിഫറently സ്ട്രക്ചേർഡ്, ഓപ്പറേറ്റ്സ് ഇൻ എ സോഷ്യൽ ഫ്രെയിംവർക്ക് ഓഫ് വെരി ഡിഫറെന്റ് കൈൻഡ്, ആൻഡ് ദിസ് അഫക്ട് ആൻഡ് ഇൻഫ്ലുവൻസ് ടു ലാർജ് എക്സ്റ്റെന്റ് ദ നേച്ചർ ഓഫ് ദ സ്റ്റേറ്റ് ആൻഡ് ദ പർപ്പസ് വിച്ച് ഇറ്റ് സെർവ്സ്. അപ്പോൾ ഓൾറെഡി നമ്മൾ പറഞ്ഞു വരുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് എന്താണ് ഇവിടെ പറയുന്നത്? ഓരോ കേസസ് എടുക്കുകയാണെന്നുണ്ടെങ്കിലും ഓരോ സ്റ്റേറ്റിനും എന്താണ്? ഡിഫറെന്റ് ആയിട്ടുള്ള സ്ട്രക്ചർ ആണുള്ളത്, വ്യത്യസ്തമായിട്ടുള്ള ഘടനകളാണുള്ളത്. അത് എന്താണ്? അത് ഓപ്പറേറ്റ് ചെയ്യുന്നത് എന്താണ്? ഒരു വ്യത്യസ്തമായിട്ടുള്ള സോഷ്യൽ ഫ്രെയിംവർക്കിലാണ് അത് ഓപ്പറേറ്റ് ചെയ്യപ്പെടുന്നത്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞത് എന്താണ്? ഒന്ന് ക്യാപിറ്റലിസ്റ്റ് സിസ്റ്റം പറഞ്ഞു, രണ്ടാമത്തേത് എന്ത് നമ്മൾ പറഞ്ഞു? സോഷ്യലിസ്റ്റ് സിസ്റ്റം നമ്മൾ പറഞ്ഞു. അപ്പൊ എന്താണ്? സോഷ്യൽ ഫ്രെയിംവർക്ക്, അത് ഓപ്പറേറ്റ് ചെയ്യുന്ന സോഷ്യൽ ഫ്രെയിംവർക്ക് വ്യത്യസ്തമായിട്ടുള്ളതായിരിക്കും. ആൻഡ് ദിസ് അഫക്റ്റ് ആൻഡ് ഇൻഫ്ലുവൻസ് ടു എ ലാർജ് എക്സ്റ്റെന്റ് ദ നേച്ചർ ഓഫ് ദ സ്റ്റേറ്റ്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യും? എന്തിനെ അഫക്റ്റ് ചെയ്യും? സ്റ്റേറ്റിന്റെ നേച്ചറിനെ അഫക്ട് ചെയ്യും. അതോടൊപ്പം തന്നെ സ്റ്റേറ്റിന്റെ പർപ്പസിനെ അഫക്ട് ചെയ്യും. ഓക്കെ ആണല്ലോ. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എവിടെ നോക്കാനുള്ളത്? ഈ പറയുന്ന സ്റ്റേറ്റ് ഡിഫറൻസസ് ഓൺ അക്കൗണ്ട് ഓഫ് പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓർ സോഷ്യൽ കോണ്ടെക്സ്റ്റിൽ നമുക്ക് നോക്കാനുള്ളത്. ഓക്കെ ആണല്ലോ. ഇപ്പൊ ഇവിടെ ഒരു സ്റ്റേറ്റ്മെന്റ് ഞാൻ എടുത്തിവിടെ പറയുന്നുണ്ട്, ദ സ്റ്റേറ്റ് ഈസ് നോട്ട് ദ സെയിം ആസ് ദ ഗവൺമെന്റ്. ഇപ്പൊ നമ്മൾ സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഗവൺമെന്റ് ആണ് എന്ന് പലരും പറയാറുണ്ട്. പക്ഷെ എന്തല്ല, സ്റ്റേറ്റും ഗവൺമെന്റും ഒന്നല്ല. അത് ജസ്റ്റ് ഒന്ന് മൈൻഡിൽ വെക്കുക. എന്താണ്? സ്റ്റേറ്റ് ഈസ് നോട്ട് ദ സെയിം ആസ് ദ ഗവൺമെന്റ്. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് നോക്കാനുള്ളത് വേരിയസ് ഫോംസ് ഓഫ് സ്റ്റേറ്റ് ആണ്. നമ്മൾ മുകളിൽ പറഞ്ഞത് ഒരുപാട് ഫോംസ് ഓഫ് സ്റ്റേറ്റ് ഉണ്ട്. അതിൽ പ്രധാനപ്പെട്ട കുറച്ചധികം സ്റ്റേറ്റ്സ് ആണ് നമുക്ക് നോക്കാനുള്ളത്. എന്താണ്? മോഡേൺ സ്റ്റേറ്റ് ഈസ് ഐഡന്റിഫൈഡ് ആസ് എ നേഷൻ സ്റ്റേറ്റ്. മോഡേൺ സ്റ്റേറ്റിനെ നമ്മൾ എന്തെന്നാണ് പറയുന്നത്? നേഷൻ സ്റ്റേറ്റ് എന്നാണ് പറയുന്നത്. ദ സ്റ്റേറ്റ് ഹാസ് കം ടു അക്വയർ ഇറ്റ്സ് പ്രസന്റ് ക്യാരക്ടർ ത്രൂ എ ഹിസ്റ്റോറിക്കൽ പ്രോസസ്. അപ്പൊ എന്താണ്? ഒരു സ്റ്റേറ്റ് ഈ ഒരു അവസ്ഥയിലോട്ട് എത്തിച്ചേർന്നത് എന്താണ്? ഒരുപാട് ഹിസ്റ്റോറിക്കൽ പ്രോസസ്സിലൂടെയാണ്, അല്ലെ? ചരിത്രത്തിൽ ഒരുപാട് മാറ്റങ്ങൾ, ഒരുപാട് പ്രോസസ്സുകളിലൂടെയാണ്, അല്ലെങ്കിൽ വർഷങ്ങൾ എടുത്തിട്ടാണ് സ്റ്റേറ്റ് എന്ത് ചെയ്തത്? ഈ ഒരു പ്രസന്റ് ക്യാരക്ടറിലോട്ട്, അല്ലെങ്കിൽ ഒരു മോഡേൺ സ്റ്റേറ്റിലോട്ട് വന്നത്. നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു, ആദ്യമൊക്കെ ഗ്രീക്കിലൊക്കെ ഉണ്ടായത് എന്താണ്? ഗ്രീക്ക് സിറ്റി സ്റ്റേറ്റ് ആയിരുന്നു. അതിൽ നിന്ന് മാറ്റം ഉണ്ടായി ഒരു മോഡേൺ സ്റ്റേറ്റ് ഉണ്ടായത് എങ്ങനെയാണ്? ഒരുപാട് ഹിസ്റ്റോറിക്കൽ പ്രോസസ്സിൽ 1000 വർഷങ്ങൾ ഇങ്ങനെ കടന്ന് 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 വന്നിട്ടാണ് സ്റ്റേറ്റിന് ഈ ഒരു പ്രസന്റ് ക്യാരക്ടർ ഉണ്ടാകുന്നത്. ഓക്കെ ആണല്ലോ. പിന്നെ നമുക്ക് ഓൾറെഡി അറിയാം, സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ അവിടെ എന്തിന്റെയൊക്കെ ഇന്റർപ്ലേ ഉണ്ടാകും? ഇറ്റ് ഈസ് ഇന്റർപ്ലേ ഓഫ് വേരിയസ് ഫാക്ടേഴ്സ്. നമ്മൾ സ്റ്റേറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ടായിരിക്കും. ഇവര് ഈ ഫാക്ടേഴ്സ് തമ്മിൽ എന്തുണ്ടായിരിക്കും? ഒരു ഇന്റർപ്ലേ ഉണ്ടായിരിക്കും. ഇപ്പൊ നമുക്ക് ഓൾറെഡി നമ്മുടെ രാജ്യം എടുക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാം, നമ്മുടെ പൊളിറ്റിക്സ് എടുക്കുമ്പോൾ തന്നെ നമുക്കറിയാം, അതിൽ കുറേ അധികം ഫാക്ടേഴ്സ് ഉണ്ട്. എന്തൊക്കെയാണെന്ന് നോക്കാം. ഇറ്റ് ഈസ് ഇന്റർപ്ലേ ഓഫ് വേരിയസ് ഫാക്ടേഴ്സ് ലൈക്ക് റിലീജിയൻ, കിൻഷിപ്പ്, വാർ, പ്രോപ്പർട്ടി, പൊളിറ്റിക്കൽ കോൺഷ്യസ്നസ് ആൻഡ് ടെക്നോളജിക്കൽ അഡ്വാൻസസ്. അപ്പം ഈ പറഞ്ഞ ഫാക്ടേഴ്സിന്റെ ഒക്കെ ഒരു ഇന്റർപ്ലേ നമുക്ക് സ്റ്റേറ്റിൽ കാണാൻ സാധിക്കും. റിലീജിയൻ എന്താണെന്നറിയാം. കിൻഷിപ്പ് എന്ന് പറയുന്നത് വ്യക്തികൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണ്. വ്യക്തികൾ തമ്മിൽ എന്തുണ്ടാകാം? മാരിറ്റൽ റിലേഷൻഷിപ്പ് ഉണ്ടാകാം. മാരിറ്റൽ റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? വിവാഹത്തിലൂടെ റിലേഷൻഷിപ്പ് ഉണ്ടാകാം, അല്ലെങ്കിൽ ഒരു റിലേഷൻ ബോണ്ട് ഉണ്ടാകാം. അല്ലാന്നുണ്ടെങ്കിൽ എങ്ങനെ ഉണ്ടാവാം? ഒരു ബ്ലഡ് റിലേഷൻ ഉണ്ടാവും. അതാണ് കിൻഷിപ്പ് എന്ന് പറയുന്നത്. പിന്നെ വാർ ഓൾറെഡി നിങ്ങൾക്ക് അറിയാം. പ്രോപ്പർട്ടി എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. പൊളിറ്റിക്കൽ കോൺഷ്യസ്നസ് എന്ന് പറയുന്നത് എന്താണ്? ഒരു രാഷ്ട്രീയ ബോധം. എല്ലാ
വെല്ലുമുള്ള പൊളിറ്റിക്കൽ കോൺഷ്യസ്നെസ് വ്യത്യസ്തമാണ് അല്ലേ? നമുക്ക് തന്നെ അറിയാം, നമ്മുടെ കേരളത്തിൽ ഒരു 100 പേരെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരുടെയും ഒരു രാഷ്ട്രീയ ബോധം ഒരേപോലെ അല്ല. പിന്നെന്താണ് അതിന്റെ ടെക്നോളജിക്കൽ ആയിട്ടുള്ള അഡ്വാൻസസ്. ഇപ്പൊ നമ്മൾ അമേരിക്കയും ഇന്ത്യയും എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ് കൂടിയത് എവിടെയാണ്? അമേരിക്കയാണ്. ഓക്കെ ആണല്ലോ. ഇൻ ദ പ്രോസസ് ഓഫ് ഹിസ്റ്റോറിക്കൽ എവല്യൂഷൻ ഓഫ് സ്റ്റേറ്റ് ദർ ഹാവ് ബീൻ ഫോളോയിങ് ഫോംസ്. അല്ലെ, നമ്മൾ ഹിസ്റ്റോറിക്കൽ എവല്യൂഷൻ സ്റ്റേറ്റിന് എന്തുണ്ട്? ഒരു ഹിസ്റ്റോറിക്കൽ എവല്യൂഷൻ ഉണ്ട്, ചരിത്രപരമായിട്ടുള്ള ഒരു എവല്യൂഷൻ നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ഒരുപാട് ഫോംസ് ഓഫ് സ്റ്റേറ്റ് നമുക്ക് കാണാൻ സാധിക്കും. അത് ഏതൊക്കെയാണ്? ഒന്ന് ട്രൈബൽ സ്റ്റേറ്റ്, രണ്ടാമത്തത് ഓറിയന്റൽ എംപയർ, പിന്നെ നമ്മൾ ഗ്രീക്ക് സിറ്റി സ്റ്റേറ്റ് പറഞ്ഞു, റോമൻ വേൾഡ് എംപയർ, ഫ്യൂഡൽ സ്റ്റേറ്റ്, ഏറ്റവും അവസാനമാണ് എന്തിലോട്ട് വന്ന് നിൽക്കുന്നത്? മോഡേൺ നേഷൻ സ്റ്റേറ്റിലോട്ട് വന്ന് നിൽക്കുന്നത്. ഓക്കെ ആണല്ലോ. ദ മോഡേൺ നേഷൻ സ്റ്റേറ്റ് അറോസ് ആഫ്റ്റർ ദ ട്രീറ്റി ഓഫ് വെസ്റ്റ്ഫാലിയ വാസ് സൈൻഡ് ഇൻ 1648. 16 ആണ് കേട്ടോ, 1648. അപ്പൊ മോഡേൺ സ്റ്റേറ്റ് എന്ന് പറയുന്ന ഒരു ആശയം വരുന്നത്, അല്ലെങ്കിൽ മോഡേൺ സ്റ്റേറ്റ് വരുന്നത് എന്തിനു ശേഷമാണ്? ട്രീറ്റി ഓഫ് വെസ്റ്റ്ഫാലിയയ്ക്ക് ശേഷമാണ്. അത് സൈൻ ചെയ്യുന്നത് എന്നാണ്? 1648. ഇറ്റ് ലെഡ് ടു ദ എമർജൻസ് ഓഫ് ടെറിട്ടോറിയൽ സ്റ്റേറ്റ് കൺസോളിഡേറ്റിംഗ് പൊളിറ്റിക്കൽ അതോറിറ്റി വിത്തിൻ എ പർട്ടിക്കുലർ ടെറിട്ടറി. അപ്പൊ നമുക്ക് ഓൾറെഡി അറിയാം, മോഡേൺ നേഷൻ സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ എന്തുണ്ട്? അത് ഒരു ടെറിട്ടോറിയൽ സ്റ്റേറ്റ് ആണ് അല്ലെ. ടെറിട്ടോറിയൽ സ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള ഒരു ടെറിട്ടറി ഉണ്ടായിരിക്കും. അവിടെ എന്തുണ്ടായിരിക്കും? ഒരു പൊളിറ്റിക്കൽ അതോറിറ്റി ഉണ്ട്, രാഷ്ട്രീയപരമായിട്ട് നമ്മളെ ഭരിക്കാൻ വേണ്ടിയിട്ട് ഒരു ഭരണകൂടം ഉണ്ടായിരിക്കും. വിത്തിൻ എ പർട്ടിക്കുലർ ടെറിട്ടറി, കൃത്യമായിട്ടുള്ള ഒരു ടെറിട്ടറി ഉണ്ട്. നമ്മൾ ഇന്ത്യ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ടുള്ള ബൗണ്ടറീസ് ഉണ്ട്. ഓക്കെ ആണല്ലോ. ദ സെപ്പറേഷൻ ഓഫ് ടെറിട്ടറി ഇൻടു ദ ഡിസ്റ്റിങ്ക്ട് സ്റ്റേറ്റ് ഈച്ച് വിത്ത് their own national spirit paved the way for establishment of modern nation state along with the rise of international law, legal equality of state and modern theory of sovereignty. അപ്പൊ നമുക്ക് ഓൾറെഡി അറിയാം സെപ്പറേഷൻ ഓഫ് ടെറിട്ടറി എന്താണ്? പല രാജ്യങ്ങളുണ്ട്, ഇന്ത്യ ഉണ്ട്, പാകിസ്ഥാൻ ഉണ്ട്, അഫ്ഗാനിസ്ഥാൻ ഉണ്ട് അല്ലെ. ഈ ടെറിട്ടറി എന്താണ്? സെപ്പറേറ്റ് ചെയ്ത് കിടക്കുവാണ് അല്ലെ. സെപ്പറേഷൻ ഓഫ് ടെറിട്ടറി ആണ്. അതായത് ഓരോ രാജ്യങ്ങൾക്കും അവരുടേതായിട്ടുള്ള ഒരു ടെറിട്ടറി ഉണ്ട്. ഓരോന്നും എന്താണ്? ഡിസ്റ്റിങ്ക്ട്, എന്താണ്? യുണീക്ക് ആയിട്ടുള്ള, വ്യത്യസ്തമായിട്ടുള്ള സ്റ്റേറ്റുകളാണ്. ഈച്ച് വിത്ത് ദെയർ ഓൺ നാഷണൽ സ്പിരിറ്റ്. ഓരോ സ്റ്റേറ്റിനും അവരുടേതായിട്ടുള്ള ദേശീയത ഉണ്ട്. ഓക്കെ ആണല്ലോ, അവരുടേതായിട്ടുള്ള ദേശീയത ഉണ്ട്. ഇതിന്റെ ഫലമായിട്ടാണ് എന്തുണ്ടാകുന്നത്? മോഡേൺ നേഷൻ സ്റ്റേറ്റ് ഉണ്ടാകുന്നത്. അപ്പൊ മോഡേൺ നേഷൻ സ്റ്റേറ്റ് ഉണ്ടാകുമ്പോൾ അവിടെ എന്തുണ്ടായിരിക്കണം? ഇന്റർനാഷണൽ ലോ ഉണ്ടായിരിക്കണം, ലീഗൽ ഇക്വാളിറ്റി ഓഫ് സ്റ്റേറ്റ് ഉണ്ടായിരിക്കും. ഇന്റർനാഷണൽ ലോ എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാ രാജ്യങ്ങളും ഫോളോ ചെയ്യുന്ന നിയമങ്ങൾ. ഇപ്പൊ UN ഒക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്? ഒരുപാട് ഇന്റർനാഷണൽ ലോസ് ഉണ്ട്. അതൊക്കെ കൃത്യമായിട്ട് എന്താണ്? അത് ആരും ഈ പറയുന്ന നിയമങ്ങൾ ആരും വയലേറ്റ് ചെയ്യുന്നില്ല എന്നൊക്കെ നോക്കുന്നത് ആരാണ്? അല്ലെങ്കിൽ രാജ്യങ്ങൾ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്നത് UN ആണ്. നമുക്ക് ഓൾറെഡി അറിയാം. അപ്പൊ എന്താണ്? ഇപ്പം ഓരോരോ ഡിസ്റ്റിങ്ക്ട് ആയിട്ടുള്ള സ്റ്റേറ്റ്സ് നമ്മൾ ഉണ്ടെന്ന് പറഞ്ഞു. ഓരോ സ്റ്റേറ്റും എന്താണ്? മോഡേൺ നേഷൻ സ്റ്റേറ്റ് ആണ്. അങ്ങനെ വരുമ്പോൾ അവിടെ എന്ത് ആവശ്യമായിട്ട് വരും? ഇന്റർനാഷണൽ ലോ ആവശ്യമായിട്ട് വരും. അതായത് എല്ലാ രാജ്യങ്ങളും ഫോളോ ചെയ്യേണ്ട നിയമങ്ങളാണ് ഇന്റർനാഷണൽ ലോ എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ എന്താണ്? എല്ലാ സ്റ്റേറ്റിനും എന്ത് കൊടുത്തിരിക്കണം? ലീഗൽ ഇക്വാളിറ്റി കൊടുത്തിരിക്കണം. നിയമപരമായിട്ട് എല്ലാവർക്കും ഒരു ഇക്വാളിറ്റി അല്ലെ, ഒരു ഇക്വാളിറ്റി നമ്മൾ, അതായത് ഒന്നിന്റെയും പേരിൽ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? രാജ്യങ്ങളെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യാൻ പാടില്ല. ഓക്കെ, നിയമത്തിന്റെ മുന്നിൽ എല്ലാ സ്റ്റേറ്റും എന്താണ്? ഈക്വൽ ആണ്. അതോടൊപ്പം തന്നെ എന്താണ്? മോഡേൺ തിയറി ഓഫ് സൊവേറിറ്റി. മോഡേൺ തിയറി ഓഫ് സൊവേറിറ്റി എന്ന് പറഞ്ഞാൽ പരമാധികാരം എന്ന് പറയുന്നത്. പരമാധികാരം എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യക്ക് എന്തുണ്ട്? സൊവേറിറ്റി ഉണ്ട്. എന്ന് വെച്ചാൽ പരമാധികാരം ഉണ്ട് ഇല്ലേ. നമ്മളുടെ നിയമങ്ങൾ ഉണ്ടാക്കുന്നത് നമ്മളാണ്, അത് ഇംപ്ലിമെന്റ് ചെയ്യുന്നത് നമ്മളാണ്, നടപ്പിലാക്കുന്നത് നമ്മളാണ്. ആർക്കും നമ്മളെ എന്ത് ചെയ്യാൻ ഉള്ള അനുവാദമില്ല, ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള അനുവാദമില്ല ഇല്ല. നമ്മുടെ കാര്യങ്ങൾ ഡിസിഷൻ എടുക്കുന്നത് മറ്റൊരു രാജ്യമല്ല അല്ലെ. അതെന്തുകൊണ്ടാണ് അങ്ങനെ ഒരു സിറ്റുവേഷൻ വരാത്ത? പണ്ട് 47-ന് മുന്നേ ആയിട്ട് നമ്മുടെ ഇവിടെ ഉള്ള എല്ലാ ഡിസിഷൻസും എടുത്തിരുന്നത് ആരായിരുന്നു? ബ്രിട്ടീഷുകാരായിരുന്നു അല്ലെ. അപ്പം അങ്ങനെ ബ്രിട്ടീഷുകാർ എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് പരമാധികാരം ഉണ്ടായിരുന്നു? ഇല്ല. പരമാധികാരം ആർക്കായിരുന്നു? ഈ പറയുന്ന ബ്രിട്ടീഷുകാർക്കായിരുന്നു. അപ്പം ഇപ്പൊ നമുക്ക് എന്തുണ്ട്? പരമാധികാരമുണ്ട് അല്ലെ. സോവറിറ്റി എന്ന് പറഞ്ഞാൽ എന്തുവാണ്? നമ്മുടെ രാജ്യത്ത് എല്ലാ രീതിയിലുള്ള ഡിസിഷൻ എടുക്കുന്നത് നമ്മൾ തന്നെയാണ്. അതാണ് അവിടെ എന്തെന്ന് പറയുന്നത്? സോവറിറ്റി എന്ന്, മോഡേൺ തിയറി ഓഫ് സോവറിറ്റി എന്ന് പറയുന്നത്. അതായത് വേറെ ഒരു രാജ്യത്തിനും അതിൽ എന്ത് ചെയ്യാൻ സാധിക്കില്ല? ഇന്റർഫിയർ ചെയ്യാൻ സാധിക്കില്ല.
ഓക്കെ ആണല്ലോ. അപ്പം ഈ പറയുന്ന എന്താണ് മോഡേൺ നേഷൻ സ്റ്റേറ്റിന്റെ എമർജൻസിന് പ്രധാനപ്പെട്ട കാരണമായിട്ട് പറയുന്ന രണ്ട് റെവല്യൂഷൻസ് ഉണ്ട്. ഏതൊക്കെയാണ്? ഒന്ന് ഫ്രഞ്ച് റെവല്യൂഷനും രണ്ടാമത്തത് അമേരിക്കൻ റെവല്യൂഷൻ. എന്താണ്? അമേരിക്കൻ ആൻഡ് ഫ്രഞ്ച് റെവല്യൂഷൻസ് ഫർദർ കോൺട്രിബ്യൂട്ടഡ് ടു എമർജൻസ് ഓഫ് നേഷൻ സ്റ്റേറ്റ്. ഇത്രയും കാര്യങ്ങൾ തന്നെ പഠിച്ചാൽ മതിയാവും കേട്ടോ. ഇത്രയും കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ അതിനുള്ള ആൻസർ ആണ്. വേണമെങ്കിൽ നമുക്ക് താഴെയുള്ള ഈ ഒരു പാരഗ്രാഫും കൂടെ നമുക്ക് നോക്കാം. മോഡേൺ കോൺസെപ്റ്റ് ഓഫ് സ്റ്റേറ്റ് ഈസ് ഡോമിനേറ്റഡ് ബൈ ലിബറൽ ആൻഡ് മാർക്സിസ്റ്റ് പെർസ്പെക്റ്റീവ്. അപ്പൊ ഈ പറയുന്ന മോഡേൺ കോൺസെപ്റ്റ് ഓഫ് സ്റ്റേറ്റിനെ ഡോമിനേറ്റ് ചെയ്യുന്നത് ആരാണ്? ലിബറൽ ആൻഡ് മാർക്സിസ്റ്റ് പെർസ്പെക്റ്റീവ്സ് ആണ്. ഓക്കെ ആണല്ലോ. ദ ലിബറൽ പെർസ്പെക്റ്റീവ് ഇസ് ഡൈനാമിക് ആസ് ഇറ്റ് ഹാസ് ചേഞ്ച്ഡ് വിത്ത് ദ ടൈം ഡിപ്പെൻഡിങ് ഓൺ ഇൻട്രസ്റ്റ് ആൻഡ് നീഡ് ഓഫ് ഇൻഡിവിജ്വൽ ആൻഡ് ദ സൊസൈറ്റി. അപ്പൊ സൊസൈറ്റിയുടെ ആവശ്യപ്രകാരം, താല്പര്യപ്രകാരം, അല്ലെങ്കിൽ വ്യക്തികളുടെ താല്പര്യപ്രകാരം, ആവശ്യപ്രകാരം മാറ്റം വരുത്താൻ പറ്റുന്ന ഒരു പെർസ്പെക്റ്റീവ് ആണ് ലിബറൽ പെർസ്പെക്റ്റീവ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അതായത് നമ്മുടെ നാട്ടിലുള്ള ജനങ്ങൾക്ക് എന്താണ് ഏതെങ്കിലും ഒരു നിയമം മാറ്റണമെന്നുണ്ടെങ്കിൽ മാറ്റാൻ സാധിക്കും. അതാണ് എന്തെന്ന് പറയുന്നത് ലിബറൽ പെർസ്പെക്റ്റീവ് എന്ന് പറയുന്നത്. അപ്പൊ ലിബറൽ പെർസ്പെക്റ്റീവ് എന്ന് പറയുന്നത് ഡൈനാമിക് ആണ്. ഡൈനാമിക് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ഫ്ലെക്സിബിൾ ആണ്. നമുക്ക് എന്താണ് കാലം മാറുന്നതനുസരിച്ചിട്ട്, നമ്മുടെ ആവശ്യങ്ങൾ മാറുന്നതനുസരിച്ചിട്ട് നമുക്ക് മാറ്റങ്ങൾ വരുത്താൻ സാധിക്കും. ദ ഏർലി ലിബറൽ വ്യൂ ഓഫ് സ്റ്റേറ്റ് വാസ് നെഗറ്റീവ് ആൻഡ് ഇറ്റ് ഫോർവേഡ് നോൺ ഇന്റർഫിയറൻസ് ഇൻ ഇൻഡിവിജ്വൽ മാറ്റേഴ്സ്. അപ്പൊ രണ്ട് രീതിയിലുള്ള വ്യൂസ് ഉണ്ട്. ലിബറൽ വ്യൂസ് നമ്മൾ എടുക്കുമ്പോൾ, ലിബറൽ പെർസ്പെക്റ്റീവ് എടുക്കുമ്പോൾ രണ്ട് രീതിയിലുള്ള വ്യൂസ് നമ്മൾ പറയാം. ഒന്നെന്ന് പറയുന്നത് ഏർലി ലിബറൽ വ്യൂ ആണ്. ഏർലി ലിബറൽ വ്യൂ ഓഫ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് എന്താണ്? നെഗറ്റീവ് ആണ്. നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഫേർവേർഡ് നോൺ ഇന്റർഫിയറൻസ് ഇൻ ദ ഇൻഡിവിജ്വൽ മാറ്റേഴ്സ്. അതായത് വ്യക്തികളുടെ മാറ്റേഴ്സിൽ ആര് ഇന്റർഫിയർ ചെയ്യാൻ പാടില്ല? ഗവൺമെന്റ് ഇന്റർഫിയർ ചെയ്യാൻ പാടില്ല. അതാണ് എന്തെന്ന് പറയുന്നത് ഈ ഒരു നെഗറ്റീവ് തിയറി പറയുന്നത്. അതായത് ഏർലി ലിബറൽ വ്യൂ എന്ന് പറയുന്നത് എന്താണ്? നെഗറ്റീവ് ആണ്. ഈ ഒരു തിയറി ഈ ഒരു വ്യൂ പറയുന്നത് എന്താണ്? നോൺ ഇന്റർഫിയറൻസ് ഇൻ ഇൻഡിവിജ്വൽ മാറ്റേഴ്സ്. അപ്പൊ വ്യക്തികളുടെ കാര്യങ്ങളിൽ ഗവൺമെന്റ് എന്ത് ചെയ്യാൻ പാടില്ല? ഇന്റർഫിയർ ചെയ്യാൻ പാടില്ല. ഹവർ 20th സെഞ്ചുറി ലിബറലിസം ഈസ് അസോസിയേറ്റഡ് വിത്ത് വെൽഫെയർ സ്റ്റേറ്റ്. അപ്പം 20ാം നൂറ്റാണ്ടായപ്പോൾ ലിബറലിസം എന്തുമായിട്ട് അസോസിയേറ്റ് ചെയ്യാൻ തുടങ്ങി? വെൽഫെയർ സ്റ്റേറ്റുമായിട്ട് അസോസിയേറ്റ് ചെയ്യാൻ തുടങ്ങി. അല്ലെങ്കിൽ ഈ ഒരു ലിബറലിസത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് സ്റ്റേറ്റിന്റെ വെൽഫെയർ ആണ്. മൊത്തത്തിലുള്ള സ്റ്റേറ്റിന്റെ വെൽഫെയർ ആണ്, ഒരു വ്യക്തിയുടെ വെൽഫെയർ അല്ല. മനസ്സിലാവുന്നുണ്ടല്ലോ? വിച്ച് ട്രൈസ് ടു റീകൺസൈൽ ഇൻഡിവിജ്വൽ ലിബർട്ടി വിത്ത് സോഷ്യൽ ഗുഡ്. അപ്പൊ ഈ ഒരു ലിബറൽ വ്യൂ എന്താണ് പ്രധാനമായിട്ടും എന്താണ് അവര് ചെയ്യുന്നത്? വിച്ച് ട്രൈസ് ടു, അവരെന്താണ് ശ്രമിക്കുവാണ്? എന്തിനു വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത്? റീകൺസൈൽ ഇൻഡിവിജ്വൽ ലിബർട്ടി വിത്ത് സോഷ്യൽ ഗുഡ്. അപ്പം ഓരോ വ്യക്തിക്കും എന്തുണ്ട്? അവൻ്റെതായിട്ടുള്ള സ്വാതന്ത്ര്യമുണ്ട്. ആ സ്വാതന്ത്ര്യം അവന് ദുരുപയോഗം ചെയ്യാൻ സാധിക്കില്ല. ഇല്ല, അവന്റെ ലിബർട്ടി അവൻ എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കേണ്ടത്? സോഷ്യൽ ഗുഡിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കേണ്ടത്, സാമൂഹിക നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കേണ്ടത്. ഇതാണ് പിന്നീട് വന്നിട്ടുള്ള പെർസ്പെക്റ്റീവ്. ഓക്കെ ആണല്ലോ. ഇനി മാർക്സിസ്റ്റ് നോഷൻ ഈ പറയുന്ന ലിബറൽ ഐഡിയ ഓഫ് സ്റ്റേറ്റിനെ എന്ത് ചെയ്യുവാണ്? റിജക്ട് ചെയ്യുവാണ്. അപ്പം ലിബറൽ വ്യൂവിന് എതിരായിട്ട് വരുന്ന ഒരു തിയറിയാണ്, അല്ലെങ്കിൽ ഒരു പെർസ്പെക്റ്റീവ് ആണ് എന്തെന്ന് പറയുന്നത് മാർക്സിസ്റ്റ് നോഷൻ എന്ന് പറയുന്നത്. എന്താണ് മാർക്സിസ്റ്റ് നോഷൻ പറയുന്നത്? എന്താണ്? റിജക്ട്സ് ലിബറൽ ഐഡിയ ഓഫ് സ്റ്റേറ്റ്. അപ്പൊ ലിബറൽ ഐഡിയ ഓഫ് സ്റ്റേറ്റിനെ എന്ത് ചെയ്യുവാണ്? മാർക്സിസ്റ്റ് നോഷൻ റിജക്ട് ചെയ്യുകയാണ്. കോളിംഗ് ദ സ്റ്റേറ്റ് ആസ് ആൻ ഇൻസ്ട്രുമെന്റ് ഓഫ് ക്ലാസ്. ഇവിടെ സ്റ്റേറ്റിനെ അവർ വിളിക്കുന്നത് എന്തായിട്ടാണ്? ഇൻസ്ട്രുമെന്റ് ഓഫ് ക്ലാസ് ആയിട്ടാണ്, അല്ലെ? ക്ലാസ്സുകളുടെ, ഇപ്പൊ നമ്മൾ ഒരു സൊസൈറ്റി അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ് എടുക്കുകയാണെങ്കിൽ അവിടെ രണ്ട് ക്ലാസ്സസ് ഉണ്ടെന്നാണ് പറയുന്നത്. ഒന്നെന്ന് പറയുന്നത് എന്താണ്? വർക്കിംഗ് ക്ലാസ് ആണ്, എന്താണ് ജോലി ചെയ്യുന്ന ആൾക്കാരാണ്. അത് കൂടാണ്ട് അവിടെ എന്തുണ്ട്? ഒരു റൂളിംഗ് ക്ലാസ് ഉണ്ട്, അല്ലെ? അല്ലെന്നുണ്ടെങ്കിൽ മുതലാളിമാരുണ്ട്. പിന്നെ ഒരു ക്ലാസ് എന്താണ്? തൊഴിലാളികളുണ്ട്, അല്ലെ? അപ്പൊ എന്താണ് ഈ ഒരു സ്റ്റേറ്റ് എന്ന് പറയുന്നത്? ക്ലാസിന്റെ ഇൻസ്ട്രുമെന്റ് ആയിട്ടാണ് മാർക്സിസ്റ്റ് പെർസ്പെക്റ്റീവ് പറയുന്നത്. ആൻഡ് സീക്ക് ടു എസ്റ്റാബ്ലിഷ് എ ക്ലാസ്ലെസ് ആൻഡ് സ്റ്റേറ്റ്ലെസ് സൊസൈറ്റി. അപ്പോൾ ഒരു മാർക്സിസ്റ്റ് തിയറി പ്രധാനമായിട്ടും അതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ്? ഒരു ക്ലാസ്ലെസ് സൊസൈറ്റി ഉണ്ടാക്കുക, അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്ലെസ് സൊസൈറ്റി ഉണ്ടാക്കുക. ക്ലാസ്ലെസ് സൊസൈറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സൊസൈറ്റിയിൽ എന്തുണ്ടാകാൻ പാടില്ല? ഈ ക്ലാസസ് ഉണ്ടാകാൻ പാടില്ല. മുതലാളി, തൊഴിലാളി, അങ്ങനെ ഒരു വേർതിരിവ്, അങ്ങനെ രണ്ട് ക്ലാസസ് ഉണ്ടാകാൻ പാടില്ല. സ്റ്റേറ്റ് പോലും ഉണ്ടാകാൻ പാടില്ല, അല്ലെ? ഒരു സ്റ്റേറ്റ് പോലും അവിടെ ഉണ്ടാകാൻ പാടില്ല. അപ്പൊ എന്താണ് അവര് പ്രധാനമായിട്ടും എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്? ഒരു ക്ലാസ്ലെസ് സൊസൈറ്റി ആണ്, സ്റ്റേറ്റ്ലെസ് സൊസൈറ്റി ആണ്. അത് എന്തിലൂടെയാണ് അവര് അങ്ങനെ ഒരു സ്റ്റേറ്റിലോട്ട് എത്തുന്നത്? ഒരു ക്ലാസ്ലെസ് സൊസൈറ്റിയിലോട്ട് അല്ലെങ്കിൽ ഒരു ക്ലാസ്ലെസ് സ്റ്റേറ്റിലോട്ട് അവർ എത്തുന്നത് റെവല്യൂഷനിലൂടെയാണ്, പ്രൊലറ്റേറിയൻ റെവല്യൂഷനിലൂടെയാണ്. പ്രൊലറ്റേറിയൻ റെവല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? തൊഴിലാളികളുടെ വിപ്ലവത്തിലൂടെയാണ് അതിലോട്ട് എത്തിച്ചേരേണ്ടത്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എവിടെ പഠിക്കാനുള്ളത്? സ്റ്റേറ്റിൽ പഠിക്കാനുള്ളത്. അപ്പൊ നമ്മൾ കഴിഞ്ഞ വീഡിയോസിലൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു. അപ്പൊ നമ്മൾ എല്ലാ ചാപ്റ്റേഴ്സിന്റെയും പ്രധാനപ്പെട്ട പോർഷൻസ്, അതായത് ഇത് മാത്രം ഞങ്ങൾ ഈ ഒരു ചാനലിൽ ഇടുന്ന
ടോപ്പിക്സ് മാത്രം നിങ്ങൾ നോക്കിയിട്ട് പോയാൽ മതി. അതിൽ നിന്ന് മാത്രമേ എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിക്കുള്ളൂ. അപ്പൊ എല്ലാ ടെക്സ്റ്റ് ബുക്കിൽ നിന്നും ഉള്ള എന്താണ് പ്രധാനപ്പെട്ട നോട്ട്സും അതിന്റെ വീഡിയോസും നമ്മൾ ഈ ഒരു ചാനലിൽ എന്ത് ചെയ്യുന്നുണ്ട്, ചാനലിൽ നമ്മൾ ഇടുന്നുണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഒന്ന് നിങ്ങൾക്ക് ഈ വീഡിയോസ് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഒരു ലൈക്കും കൂടെ ചെയ്യുക. നിങ്ങൾക്ക് ഡൗട്ട്സോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിൽ കമന്റ് ചെയ്യുക. അപ്പൊ നമ്മൾ നമ്മുടെ